കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പതിറ്റാണ്ടുകളായി ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികളുടെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടാണ് വമ്പൻ കോർപ്പറേറ്റ് ഭീമന്മാരുടെ മാളുകൾ ഓരോന്നായി ഉയർന്നു വരുന്നത്. നാടിന്റെ വികസനമെന്നും പുരോഗതിയെന്നും ഓമന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ഗ്ലാമർ ലോകം യഥാർത്ഥത്തിൽ സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുകിട വ്യാപാരികളെയും കർഷകരെയും സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി ശക്തമായി രംഗത്തിറങ്ങുമ്പോൾ അത് കേരളത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. കേരളത്തിൽ ചെറുതും വലുതുമായി 10 ലക്ഷത്തിലധികം വ്യാപാര സ്ഥാപനങ്ങളുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പോലുള്ള സംഘടനകളിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായി ഈ സ്ഥാപനങ്ങൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ്. ഒരു ചെറിയ പെട്ടിക്കട മുതൽ ഇടത്തരം തുണിക്കടകൾ വരെ ഇതിൽപ്പെടും. എന്നാൽ ഒരു നഗരത്തിൽ ഒരു വലിയ മാൾ വരുമ്പോൾ സംഭവിക്കുന്നതെന്താണ്? ഒരു മാളിനുള്ളിൽ ഹൈപ്പർ മാർക്കറ്റുകൾ, വൻകിട ബ്രാൻഡുകളുടെ ഷോറൂമുകൾ, ഫുഡ് കോർട്ടുകൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ ഒരുങ്ങുന്നു. കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ നൽകുന്നുവെന്ന വ്യാജേന ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ പ്രാദേശിക വിപണിയെ ഒന്നടങ്കം വിഴുങ്ങുകയാണ്. സമീപത്തെ പച്ചക്കറി കടക്കാരൻ, പലചരക്ക് വ്യാപാരി, തുണിക്കടയുടമ, ചെരുപ്പ് വിൽപ്പനക്കാരൻ, സാധാരണ ഹോട്ടൽ ഉടമ എന്നിവരെല്ലാം മാളിന്റെ വരവോടെ പ്രതിസന്ധിയിലാകുന്നു. തുടക്കത്തിൽ ഓഫറുകൾ നൽകി ഉപഭോക്താക്കളെ സ്ഥിരമാക്കിയ ശേഷം പതിയെ വില വർദ്ധിപ്പിക്കുന്ന തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. ഇതോടെ പ്രാദേശിക കടകൾ ഓരോന്നായി പൂട്ടാൻ നിർബന്ധിതരാകുന്നു. കോൺഗ്രസ് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി ചെറുകിടക്കാരെ ബലി കൊടുക്കുന്ന നയത്തെ പാർട്ടി ശക്തമായി എതിർക്കുന്നു. വിദേശ നിക്ഷേപം വ്യാപാര മേഖലയിൽ അനുവദിക്കുന്നതിനെതിരെയും ഓൺലൈൻ വ്യാപാരത്തെ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാര വ്യവസായ സമിതി നടത്തുന്ന സമരങ്ങൾക്ക് കോൺഗ്രസ് പലപ്പോഴും പിന്തുണ നൽകിയിട്ടുണ്ട്. കാരണം ഇത് കേവലം വ്യാപാരത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിന്റെ വിഷയമാണ്. കാലിത്തീറ്റയുടെ വില വർധനയും ന്യായവില കിട്ടാത്തതും കാരണം ഇതിനോടകം തന്നെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. 1 ലിറ്റർ പാലിന് 40 മുതൽ 44 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. എന്നാൽ ഉൽപാദന ചെലവ് ഇതിലും വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിലാണ് കോർപ്പറേറ്റ് ഹൈപ്പർ മാർക്കറ്റുകൾ കർഷകന്റെ നടുവൊടിക്കുന്നത്. വൻകിട മാളുകൾ നേരിട്ട് വൻകിട ഫാമുകളിൽ നിന്നോ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നോ കുറഞ്ഞ വിലയ്ക്ക് പാൽ സംഭരിക്കുന്നു. അല്ലെങ്കിൽ സ്വന്തമായി പാൽ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ എത്തിക്കുന്നു. ഇത് പ്രാദേശിക ക്ഷീര സംഘങ്ങളെയും മിൽമയെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക കർഷകരിൽ നിന്ന് പാൽ സംഭരിക്കുന്നത് കുറയ്ക്കാൻ പല സംഘങ്ങളും നിർബന്ധിതരാകുന്നു. സർക്കാർ ഫാമുകളിലെ പാലിന് വില കൂടുമ്പോഴും സാധാരണ കർഷകന് വില കിട്ടാത്ത അവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് കാലിത്തീറ്റയുടെ വില റോക്കറ്റ് പോലെ കുതിക്കുമ്പോൾ മറുവശത്ത് കിട്ടുന്ന പാലിന് വിലയില്ലാതാകുന്നതോടെ കർഷകർ ഈ മേഖല ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ്. പ്രതിദിനം ലക്ഷക്കണക്കിന് ലിറ്റർ പാലാണ് മിൽമ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. കേരളത്തിലെ കർഷകരുടെ അവസരമാണ് ഇല്ലാതാക്കുന്നത്. ഈ അപകടം തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസ് കർഷകർക്കു വേണ്ടി ശബ്ദമുയർത്തുന്നത്. കാർഷിക മേഖലയെ സംരക്ഷിക്കാതെ ഒരു നാടിന് മുന്നോട്ട് പോകാനാകില്ലെന്ന ഉറച്ച വിശ്വാസമാണ് പാർട്ടിയെ നയിക്കുന്നത്. മാളുകൾക്ക് നൽകുന്ന പരിഗണനയുടെ ഒരംശമെങ്കിലും കർഷകർക്ക് നൽകിയിരുന്നെങ്കിൽ ഇത് അവർക്ക് കണ്ണീരോടെ തൊഴിലുപേക്ഷിക്കേണ്ടി വരില്ലായിരുന്നു. മാളുകളുടെ വിഷയത്തിൽ BJPയുടെ നിലപാട് തികഞ്ഞ ഇരട്ടത്താപ്പാണ്. ഒരു വശത്ത് ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോഴും മറുവശത്ത് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ചുവന്ന പരവതാനി വിരിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഓൺലൈൻ വ്യാപാര ഭീമന്മാർക്ക് നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കാൻ അവസരം നൽകുന്നതും ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. എന്നാൽ കോൺഗ്രസ് എന്നും സാധാരണക്കാരന്റെ പക്ഷത്താണ്. അനധികൃത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന മാളുകൾക്കെതിരെ കോർപ്പറേഷനുകൾ നടപടിയുണ്ടാക്കുമ്പോൾ അതിനെ രാഷ്ട്രീയത്തിനതീതമായി പിന്തുണയ്ക്കേണ്ടതുണ്ട്. ഇവിടെയാണ് കോൺഗ്രസ് വ്യത്യസ്തരാകുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഏത് ശക്തിക്കെതിരെയും പോരാടാൻ പാർട്ടി മുന്നിലുണ്ടാകുമെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് പൊതുസമൂഹത്തിന് നൽകുന്നത്. മാളുകൾ കേവലം വ്യാപാര സമുച്ചയങ്ങളല്ല, മറിച്ച് അതൊരു സംസ്കാരമാണ്. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ഉപഭോഗാസക്തി വളർത്തുകയും ചെയ്യുന്ന കോർപ്പറേറ്റ് സംസ്കാരം, ഇതിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന ശബ്ദം കേരളത്തിലെ സാധാരണ ജനതയുടെ പ്രതീക്ഷയാണ്. ലക്ഷക്കണക്കിന് വ്യാപാരികളുടെയും കർഷകരുടെയും നിലനിൽപ്പിനായുള്ള ഈ പോരാട്ടത്തിൽ കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകും. കാരണം ഇത് വികസനത്തിന് എതിരെയുള്ള സമരമല്ല, മറിച്ച് സാധാരണക്കാരന്റെ ജീവിതം തകർത്തുകൊണ്ടുള്ള വികസനത്തിനെതിരെയായ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ സത്യവും നീതിയും ജനപക്ഷത്തെ നിലയുറപ്പിക്കുന്ന കോൺഗ്രസിനൊപ്പമായിരിക്കും.